ഷാഫി എന്ന മഹാനായൊരു പണ്ഡിതന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരു ഉസ്താദ്, എൻ്റെ ജീവിതത്തിൽ കുറേ സങ്കടങ്ങളുണ്ട്, താങ്ങാനാവാത്ത വിഷമങ്ങളുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയണില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഇമാം ഷാഫി എന്ന മഹാനായ പണ്ഡിതൻ, ഉള്ളിൽ വെളിച്ചമുള്ള പണ്ഡിതൻ, ആ വിദ്യാർത്ഥിയെയും കൊണ്ടുപോയത് ഒരു പുഴയുടെ അടുത്തേക്കായിരുന്നു. പുഴ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, നോക്കടാ പുഴ ഇങ്ങനെ ഒഴുകുന്ന കാണുന്നില്ലേ? ഒഴുകുന്ന കാണുന്നുണ്ട്. ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് അതിന്റെ മുന്നിൽ വലിയ പാറക്കല്ലുകൾ കാണുന്നില്ലേ? ആ കാണുന്നുണ്ട്. ആ പാറക്കല്ലുകളുടെ മുന്നിൽ പുഴ എന്താണ് ചെയ്യുന്നത്? പുഴ അവിടെ ഒഴുക്ക് അവസാനിപ്പിച്ചോ? ഇല്ല. പിന്നെയോ ആ കല്ലിന്റെ രണ്ട് ഭാഗത്തേക്കായി വേർതിരിഞ്ഞ് അതിന്റെ ഒഴുക്ക് തുടരുന്നു. ഇത്രയേ ഉള്ളൂ. ആയുസ്സിൽ ചില കല്ലുകളൊക്കെ വന്നു വീഴും. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വേദനകൾ കടന്നു വരും. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ വിലാസത്തിലേക്ക് കൃത്യമായി വന്ന് പതിക്കും. കാരണം അത് നമ്മൾക്കുള്ളതായിരുന്നു. അത് വേറൊരാളുടെ ജീവിതത്തിലേക്ക് ചെല്ലില്ല, അത് നമ്മുടെ ജീവിതത്തിലേക്കുള്ളതായിരുന്നു. അപ്പോഴേ ഒഴുക്ക് അവസാനിപ്പിക്കരുത് കേട്ടോ. ഒഴുക്ക് തുടർന്നു കൊണ്ടേയിരിക്കണമെന്ന് ഉസ്താദ് കുട്ടിക്ക് പറഞ്ഞു.